നമ്മൾ ഗ്രാജുവൽ ആയിട്ട് വെയിറ്റ് ഒക്കെ കൂടി കഴിഞ്ഞ് നമ്മൾ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്താണ് പലപ്പോഴും നമ്മൾ പെട്ടെന്ന് മാറ്റം പ്രകടമായിട്ട് കാണുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ മേഘ്ന വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുഖത്ത് ഉണ്ടാവുന്ന ഫാറ്റ് കുറയ്ക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു സമയത്ത് 68 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് ഇതേപോലത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. ആദ്യം ആ ചേഞ്ച് പെട്ടെന്ന് പ്രകടമായിട്ടുണ്ടായിരുന്നു എന്റെ മുഖത്ത് തന്നെയായിരുന്നു. ഞാൻ ഈ വെയിറ്റ് കുറച്ചപ്പോൾ തന്നെ എന്റെ മുഖത്തുള്ള ഫാറ്റും അതിന്റെ കൂടെ തന്നെ കുറെയൊക്കെ കുറഞ്ഞു. ഞാൻ ഇവിടെ പണ്ടത്തെ ഒരു ഫോട്ടോയും കൊടുത്തിരിക്കാം. അപ്പൊ ആ ഫോട്ടോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഞാൻ അന്ന് കുറച്ചുകൂടി ചബ്ബിയായിരുന്നു, ഇപ്പൊ കുറെയൊക്കെ കുറഞ്ഞു. അപ്പൊ അത് ആ ഒരു വെയിറ്റ് ലോസിന്റെ ഭാഗമായിട്ട് തന്നെ വന്ന മാറ്റമാണ്. നമ്മുടെ മുഖം തടി വെക്കാൻ പ്രധാനമായിട്ട് 2 കാരണങ്ങളാണ്. ഒന്ന് ശരിക്കും ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, മറ്റൊന്നെന്ന് പറയുന്നത് വാട്ടർ റിട്ടൻഷൻ കൊണ്ടായിരിക്കാം. അപ്പൊ ഇത് രണ്ടിൽ ഏതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പലപ്പോഴും ആളുകൾ വിചാരിക്കുന്ന ഒരു കാര്യം, മധുരമായിട്ടുള്ള പലഹാരങ്ങൾ കഴിക്കുമ്പോഴാണ് മുഖത്ത് ഫാറ്റ് ഉണ്ടാവുന്നതെന്നാണ്. ശരിയാണ്, അല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അതുപോലെ തന്നെ വില്ലനായിട്ടുള്ള ഒന്നാണ് അമിതമായിട്ടുള്ള ഉപ്പിന്റെ ഉപയോഗം. ഇത് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ഈ മധുരം പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അമിതമായിട്ടുള്ള ഉപ്പിന്റെ ഉപയോഗം. ഉപ്പിന്റെ അളവ് കൂടുതലാവുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവും. അതായത് ശരീരത്തിൽ വെള്ളം കെട്ടി നിൽക്കാൻ തുടങ്ങും. അത് പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖത്തും റിഫ്ലക്ട് ആവും. അങ്ങനെ നമുക്ക് മുഖം വീർത്തിരിക്കുന്ന പോലെയൊക്കെ തോന്നാം. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അമിതമായിട്ടുള്ള ഉപ്പിന്റെ അളവ്, ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളത്. ഉപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫുഡിൽ നിന്ന് ഒഴിവാക്കാനല്ല, ഉപ്പിന്റെ അളവ് ഒന്ന് നിയന്ത്രിക്കുക. അതായത് ഇപ്പൊ നമ്മൾ കഴിക്കുന്ന പാക്കറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ഇപ്പൊ ലേസ്, അതുപോലെയുള്ള ചിപ്സ്, പുറമേ നിന്ന് നമുക്ക് വാങ്ങിക്കുന്ന എല്ലാ പാക്കറ്റഡ് ഫുഡ്സിലും ഉപ്പിന്റെ അളവ് വളരെ കൂടുതലാണ്. നമ്മുടെ ബോഡിയിൽ അത്രയും ഉപ്പിന്റെ ആവശ്യം ഇല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള പലഹാരങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്നത് നമ്മളൊന്ന് നിയന്ത്രിക്കാം. അതുപോലെ തന്നെയാണ് പപ്പടം, അച്ചാറ്, മധുരവും മൈദയും, ഇത് രണ്ടും ഒരുമിച്ച് തന്നെയാണ് മിക്കവാറും ഉണ്ടാവുന്നത്. അതായത് നമ്മൾ ബേക്കറി ഫുഡ് ഐറ്റംസ് നോക്കുകയാണെങ്കിൽ ബിസ്ക്കറ്റ്, കേക്ക്, എല്ലാത്തിലും മധുരവും മൈദയും രണ്ടും ഉണ്ട്. അപ്പൊ ഇത് രണ്ടിന്റെ അളവ് നമ്മുടെ ബോഡിയിൽ അധികമായിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. ഫേസിൽ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യാൻ ഇത് കാരണമാവുന്നുണ്ട്. അപ്പോ അതൊന്ന് ശ്രദ്ധിക്കാം. ഈ പറഞ്ഞിരിക്കുന്ന മധുര പലഹാരങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ അമിതമായിട്ട് ഉപ്പ് അടങ്ങിയിട്ടുള്ള പാക്കറ്റ് ഫുഡ്സ്, ചിപ്സ്, ലേസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നതും ഈ ശരീരത്തിൽ ഉണ്ടാവുന്ന ഫാറ്റ് അക്യുമുലേഷൻ ആയിക്കോട്ടെ, വാട്ടർ റിട്ടൻഷൻ ആയിക്കോട്ടെ, ആദ്യം പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്യുന്നത് മുഖത്തായിരിക്കും. അതുകൊണ്ടാണ് പെട്ടെന്ന് അത് ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നെയുള്ള ഒരു കാരണം ഡീഹൈഡ്രേഷൻ ആണ്, നിർജ്ജലീകരണം. അതിപ്പോ നമ്മൾ 1 ലിറ്റർ 1.5 ലിറ്റർ ഒക്കെ വെള്ളം കുടിക്കുന്ന ആൾക്കാരെ, അവർ മെലിഞ്ഞിരിക്കുകയാണെങ്കിൽ പോലും അവരുടെ മുഖം ഇങ്ങനെ പഫി ആയിട്ട് വീർത്തിരിക്കുന്ന പോലെ ഉണ്ടാവും. അതിനൊരു കാരണം, പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, വെള്ളം കൂടുതൽ കുടിച്ചാൽ ഇനി ശരീരത്തിൽ വെള്ളം കെട്ടി നിൽക്കും എന്നുള്ളത്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ വെള്ളം കുടിക്കുന്ന അളവ് കുറവാണെങ്കിലാണ് മുഖം വീർത്തിരിക്കുക അല്ലെങ്കിൽ പഫി ആവുന്നത്. അതിന് കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ കുറവ് അളവിൽ വെള്ളം കുടിക്കുമ്പോൾ നമ്മളെ ബോഡി ശരിക്കും ഒരു പാനിക് മോഡിലേക്ക് പോവുകയാണ് ചെയ്യുക. നമ്മുടെ ബോഡിയിൽ വെള്ളം കുറവാണെന്ന് വിചാരിച്ച് നമ്മുടെ ബോഡിയിൽ കിട്ടുന്ന വെള്ളം അത്രയും നമ്മുടെ ശരീരം റീറ്റെയിൻ ചെയ്യാൻ നോക്കുക. അപ്പൊ ശരീരത്തിലുള്ള വെള്ളം അത്രയും ശരീരത്തിൽ തന്നെ കെട്ടി നിൽക്കുകയാണ് ചെയ്യുക. അതൊക്കെ നമ്മുടെ ഫേസിൽ പെട്ടെന്ന് നമുക്ക് റിഫ്ലക്ട് ആവും. അപ്പൊ നമ്മൾ നല്ല അളവില് ഒരു 2.5 ലിറ്റർ വെള്ളമെങ്കിലും ദിവസവും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് ബോഡി ഈ എക്സസ് ആയിട്ടുള്ള വാട്ടർ ഒക്കെ യൂറിനേറ്റ് ആയിട്ട് മൂത്രം ഒഴിച്ചൊക്കെ പോവുകയുള്ളൂ. അതുകൊണ്ട് ശരിയായിട്ടുള്ള അളവിൽ വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ ഒരു കാരണമാണ് മദ്യത്തിന്റെ ഉപയോഗം. മദ്യം ശരിക്കും ഒരു ഡയൂററ്റിക് ആണ്. മദ്യം കഴിക്കുമ്പോൾ നന്നായിട്ട് മൂത്രം പോകാനൊക്കെ കാരണമാവുന്നുണ്ട്. അപ്പൊ അവിടെയും ഒരു ഏകദേശം സെയിം പ്രിൻസിപ്പിൾ ആണ് വരുന്നത്. അധികമായിട്ട് ബോഡിയിൽ നിന്ന് വെള്ളം പോകുന്ന സമയത്ത് ബോഡി വീണ്ടും ഇതുപോലെ വെള്ളമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ ഉള്ള വെള്ളം അത്രയും ശരീരത്തില് റീറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ ശരീരത്തിലെ വാട്ടർ റിട്ടൻഷൻ ഉണ്ടായിട്ട് മുഖത്തൊക്കെ ഇതുപോലെ തടി തോന്നാം. അപ്പൊ അതും ഒരു കാരണമാണ്. അപ്പൊ ഈ 2 കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനം നമ്മൾ ശരിയായിട്ടുള്ള അളവിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പല ആൾക്കാരും ജോലി തിരക്ക് കാരണമൊക്കെ വെള്ളം കുടിക്കാറേ ഇല്ല. അപ്പൊ എന്തായാലും ഒരു 2.5 ലിറ്റർ വെള്ളമെങ്കിലും ദിവസവും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഒറ്റ ഇരിപ്പിൽ 2.5 ലിറ്റർ കുടിക്കുകയല്ല, പലപ്പോഴായിട്ട് സിപ്പായിട്ട് കുറച്ചായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഉറക്കം. ഒരു 6 മണിക്കൂറിൽ കുറവാണ് നമ്മൾ ഉറങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ മുഖത്ത് ഈ ഒരു പഫിനെസ് രൂപപ്പെടാനായിട്ട് കാരണമാവും. നമ്മുടെ ശരീരത്തിന് ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ റെസ്റ്റ്, ഉറക്കം അത്യാവശ്യമാണ്. ഈ ഉറക്കം കുറഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺ കൂടാനായിട്ട് കാരണവും. അത് കൂടുമ്പോൾ തന്നെ ഈ ഫാറ്റ് അക്യുമുലേഷനും അതൊരു റീസൺ ആയിട്ട് മാറുകയും മുഖത്തൊക്കെ ഈ ഫാറ്റ് അടിഞ്ഞുകൂടാനായിട്ട് അത് കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ എക്സസൈസ് ചെയ്താലും എത്രയൊക്കെ ഡയറ്റ് നോക്കിയാലും നമുക്ക് ഉറക്കം കുറഞ്ഞു പോവുകയാണെങ്കിൽ മുഖം പഫി ആവാൻ അല്ലെങ്കിൽ മുഖം വീർത്തിരിക്കാനായിട്ട് ഒരു കാരണം. അതുകൊണ്ട് കൃത്യമായി
കൃത്യമായിട്ട് ഉറങ്ങാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉറക്കം എന്ന് പറയുന്നത് നമ്മൾ വൈകി കിടന്നിട്ട് വൈകി എണീക്കുന്നതല്ല. ഒരു 10:30 സമയത്തൊക്കെ തന്നെ നമ്മൾ കിടന്ന് ഉറങ്ങാൻ നോക്കുക. അതാണ് ക്വാളിറ്റി സ്ലീപ്പ്. നമ്മൾ ഈ 10:30 കിട്ടുന്ന ഉറക്കം നമ്മൾ 12 മണിക്ക് കിട്ടുന്നത് രണ്ടും ഒരുപോലെയല്ല, ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ 10:30 സമയത്തൊക്കെയാണ് നമ്മളെ ബോഡിയിൽ റിപ്പയർ വർക്ക് നടക്കുക. നമ്മളെ ബോഡിയുടെ റിതം അങ്ങനെയാണ്. അപ്പൊ നമ്മൾ 12 മണിക്ക് കിടന്ന് ഉറങ്ങുമ്പോൾ അത്രയും സമയത്ത് റിപ്പയർ വർക്കൊക്കെ നമ്മളെ ശരീരത്തിൽ നടക്കാതെ ആവുകയും അതൊക്കെ നമ്മുടെ ബോഡിയിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് 10:30 മണിക്ക് കിടന്നുറങ്ങിയിട്ടുള്ള ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള 7-8 മണിക്കൂർ ഉറക്കമാണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും നല്ലത്. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി കുറഞ്ഞു പോയത് 6 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങണം. അതിലും കുറയാതെ എന്തായാലും നോക്കുക. പിന്നെ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളുടെ മുഖം ഇങ്ങനെ വീർത്തിരിക്കുകയാണ്, ഒരുപാട് അളവിൽ വീർത്തിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ എന്തായാലും മെഡിക്കൽ അറ്റൻഷൻ വേണ്ട ഒരു കേസാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും ലിവർ സംബന്ധമായിട്ടോ കിഡ്നി സംബന്ധമായിട്ടോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വരാം. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ മുഖത്ത് ഈ മുഖം വീർത്തിരിക്കുന്ന പോലെ തോന്നുകയാണെങ്കിൽ എന്തായാലും അടുത്തുള്ള ഒരു ഡോക്ടറെ തന്നെ പോയി കാണാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ മിക്ക സ്ത്രീകളിലും PCOD, തൈറോയിഡ് ഇത് സംബന്ധമായിട്ടുള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടും ഇതുപോലുള്ള ഫാറ്റ് അക്യുമുലേഷൻ ഒക്കെ മുഖത്ത് കാണാറുണ്ട്. അപ്പൊ നമ്മൾ ഈ ഡയറ്റ് ശ്രദ്ധിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ അസുഖത്തിന് ശ്രദ്ധിക്കുക, അസുഖത്തിന് അനുസൃതമായിട്ടുള്ള ചികിത്സ എടുക്കുക എന്നുള്ളത് കൂടി ഇവിടെ പ്രധാനമാണ്. അപ്പൊ ഈ മുഖം വീർത്തിരിക്കാനായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. ഇനി ഇതെങ്ങനെ മറികടക്കാന്നുള്ളത് നോക്കാം. മുഖത്ത് ഈ തടി കുറയ്ക്കാനായിട്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുഖത്ത് തടി മാത്രമായിട്ട് കുറയുന്നുള്ളതല്ല, നമ്മളെ ഹോൾ ബോഡി ശരീരത്തിലെ മൊത്തം ഫാറ്റ് കുറയുമ്പോഴാണ് നമ്മളെ മുഖത്ത് നിന്നും ഈ ഒരു തടി കുറയുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രോപ്പർ കറക്ഷൻ ഓഫ് ഡയറ്റ് വളരെ പ്രധാനമാണ്. ജീവിതശൈലി മാറ്റുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതിലേറ്റവും പ്രധാനം ഡയറ്റും നമ്മളെ എക്സസൈസും ഉറക്കവുമാണ്. അപ്പോൾ നമ്മളെ ഡയറ്റ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. രാത്രി വൈകി ഭക്ഷണം കഴിക്കാതിരിക്കുക. രാത്രിയിലെ ഭക്ഷണം ഒരു 7:30 സമയം ആകുമ്പോഴത്തേക്കെങ്കിലും കഴിക്കുക. ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങുന്നതിന്റെ മുന്നേ ഒരു 2.5-3 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് നിർബന്ധമാണ്. ശരിയായിട്ടുള്ള സമയത്ത് ഉറങ്ങുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ 68 കിലോ വെയിറ്റ് ഉണ്ടായിരുന്ന സമയത്തുള്ള ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പൊ ഈ സമയത്ത് നിങ്ങൾക്ക് എന്റെ മുഖം നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, നല്ല പഫി ആയിട്ട് ഉണ്ടായിരുന്നു. അതിപ്പോ കമ്പാരിറ്റീവ്ലി അത് കുറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 7 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇപ്പോ വീണ്ടും കൊടുത്തിരിക്കുന്ന ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ നോക്കുമ്പോഴും അറിയാം മുഖത്തുള്ള ഫാറ്റ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കൃത്യമായിട്ട് ഡയറ്റും എക്സസൈസും ഒക്കെ നോക്കി കറക്റ്റ് ആയിട്ട് പോയതിന്റെ ഒരു ഫലമായിട്ടാണ് എനിക്ക് ആ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖത്തുള്ള ഫാറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് വെയിറ്റ് ലോസിനും ഒക്കെ അത് സഹായിക്കും. നല്ലൊരു ജീവിതശൈലി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. പിന്നെ നിങ്ങൾക്ക് ഡയറ്റ് സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയമുണ്ട്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഡയറ്റ് സെറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യണം, പല ആൾക്കാരും റിസ്ക് പഠിച്ചുള്ളവരാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറ്റിയ രീതിയിൽ എക്സസൈസും ഡയറ്റും ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാനൊരു വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കാം. അതിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഡയറ്റ് പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റും. ആർക്കെങ്കിലും അങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. അപ്പൊ നമ്മൾ കാരണങ്ങളൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഇതെങ്ങനെ മറികടക്കണം എന്ന് നോക്കാം. ഞാൻ പറഞ്ഞു ഡയറ്റ് ശ്രദ്ധിക്കണം. പിന്നെ ഉപ്പിന്റെ അളവ് നിയന്ത്രിക്കുക. ഉപ്പ് മുഴുവനായിട്ട് ഒഴിവാക്കാനൊന്നും നമുക്ക് പറ്റില്ല, അങ്ങനെ ഒഴിവാക്കേണ്ട ആവശ്യമില്ലതാണ്. സോഡിയം നമ്മളെ ബോഡിയിൽ അധികമായിട്ട് ഉണ്ടാവാണ്ടിരുന്നാൽ മതി. അതിന് ഈ പറഞ്ഞ ചിപ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ചാൽ തന്നെ മതി. ഒരുപാട് ചിപ്സും ഇതുപോലെ ലേസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി നിർത്തുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു മാറ്റം കാണാനായിട്ട് പറ്റും. കാരണം ഫാറ്റ് മുഖത്തുനിന്ന് കുറയുന്നതിനേക്കാളും എളുപ്പമാണ് ഈ വാട്ടർ റിട്ടൻഷൻ കൊണ്ട് ഉണ്ടാകുന്ന മുഖത്തുള്ള ചമ്പി, മുഖം വീർത്തിരിക്കുന്നത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട്. പിന്നെ ഒരു പ്രധാന കാരണമാണ് പ്രോട്ടീൻ നമ്മളെ ബോഡിയിൽ എത്തുക എന്നുള്ളത്. ഇതൊരിക്കലും ഞാൻ പറയുന്നത് നിങ്ങൾ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് ആയിട്ട് പ്രോട്ടീൻ പൗഡർ വാങ്ങിച്ച് കഴിക്കണം എന്നൊന്നുമല്ല. നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ശരിയായിട്ടുള്ള രീതിയിൽ ഒരു ഡയറ്റ് പ്ലാൻ ചെയ്താൽ മാത്രം മതി. ഞാൻ എപ്പോഴും ഈ ഡയറ്റ് പ്ലാൻ ചെയ്യാന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വീട്ടിൽ സാധാരണയായിട്ട് കഴിക്കുന്ന ഇഡലി, ദോശ, ചോറ്, മീന്, മുട്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് തന്നെ ഡയറ്റ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ അതിൽ എടുക്കുന്ന അളവിൽ മാത്രം മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഒരിക്കലും ആഹാരം മുഴുവനായിട്ട് ഒഴിവാക്കിയിട്ട് അങ്ങനെയുള്ള ഒരു ഡയറ്റ് ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതൊരിക്കലും നമുക്ക് ശാശ്വതമായിട്ട് ഫോളോ ചെയ്യാനും പറ്റില്ല. നമ്മളെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കലോറി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രോട്ടീൻ ഒക്കെ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രോട്ടീൻ തന്നെ ഫാറ്റ് മെറ്റബോളിസത്തിന് സഹായിക്കും. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് കുറയ്ക്കാനും ഒക്കെ ഇതുകൊണ്ട് നമുക്ക് പറ്റും. ഈ പ്രോട്ടീന്റെ അളവ് കുറയുമ്പോഴും ഈ പ്രശ്നം വരും. നമ്മുടെ ബോഡിയിൽ ഫാറ്റ് അക്യുമുലേറ്റ് ആവുകയും അത് മുഖത്ത് റിഫ്ലക്ട് ചെയ്യും. മുഖത്തും ഈ പറഞ്ഞ പോലെ തടി കൂടാനായിട്ട് കാരണമാവും.
അപ്പോൾ പ്രോട്ടീൻ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പിന്നെ ഒരു കാര്യമാണ് പൊട്ടാസ്യം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, അതായത് നേന്ത്രപ്പഴം, കരിക്കിന്റെ വെള്ളം, ചീര, മത്തങ്ങ, ഇതൊക്കെ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പൊ ഈ പൊട്ടാസ്യം സോഡിയത്തിന് ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ മുഖത്തുണ്ടാവുന്ന ഈ തടി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളം കുടിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള എക്സസ് വാട്ടർ ഒക്കെ ബോഡി വിയർത്തിട്ടും അതുപോലെ മൂത്രം ഒഴിച്ചിട്ടും ഒക്കെ തന്നെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും. വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവുന്നത് നമ്മൾ വെള്ളം കൂടി കുറയുമ്പോഴാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നന്നായിട്ട് എല്ലാവരും വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളതാണ് എക്സസൈസ്, വ്യായാമം. വ്യായാമം എന്ന് പറയുമ്പോൾ പല ആളുകളും ഫേസ് യോഗ അങ്ങനെ ഫേസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതിലേക്കാണ് പലപ്പോഴും പോവുക. അതൊക്കെ ചെയ്തോളൂ, അത് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടെന്നല്ല, പക്ഷെ നമ്മൾ അത് മാത്രം ചെയ്യാന്നുള്ളതല്ല. നമ്മളെ ഹോൾ ബോഡി ഫാറ്റ് മെറ്റബോളിസം ആണ് നമ്മൾ എയിം ചെയ്യേണ്ടത്. നമ്മളെ ഹോൾ മൊത്തം ശരീരത്തിൽ നിന്ന് ഫാറ്റ് കൊഴുപ്പ് കുറയുമ്പോൾ മാത്രമേ മുഖത്തുനിന്നും കൊഴുപ്പ് കുറയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഈ സ്പോട്ട് ജോഗിങ് അങ്ങനെയുള്ള കുറച്ച് കാർഡിയോയും വെയിറ്റ് ട്രെയിനിങ്ങും എല്ലാം ഒന്ന് മിക്സ് ആക്കി ചെയ്യുന്നതാണ്. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഫേസ് യോഗയും ചെയ്യാം. ഈ ഫേസ് യോഗയൊക്കെ നമ്മുടെ ഫേസിലുള്ള മസിൽസ് ഒന്ന് ടോൺ ചെയ്യാനും സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ്. അത് ഈ ഫേസ് യോഗയൊക്കെ ചെയ്തുകൊണ്ട് കുറെ ഉപ്പും മധുരവും ഒക്കെ കഴിച്ചാൽ ഒരിക്കലും റിസൾട്ട് കിട്ടില്ല. ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിന്റെ കൂടെ നിങ്ങൾക്ക് ആ പറഞ്ഞ യോഗയൊക്കെ ചെയ്യാന്നുള്ളതാണ്. ഉള്ള ഒരു കാര്യം നമ്മൾ ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ മഞ്ഞള്, ഇഞ്ചി, ഇതൊക്കെ നല്ലതാണ്. അപ്പൊ നമ്മൾ ഭക്ഷണത്തിലൊക്കെ തന്നെ മഞ്ഞൾ ഉപയോഗിക്കുന്നതാണ്. പിന്നെ വേണമെങ്കിൽ ഇടയ്ക്ക് എപ്പോഴേലും കുറച്ച് ഇഞ്ചി ഇട്ട വെള്ളം കുടിക്കാം. ഇതൊന്നും സ്ഥിരമായിട്ട് കുടിക്കണമെന്നല്ല, ഇടയ്ക്ക് എപ്പോഴേലും ഒക്കെ കുടിക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. ഇതൊക്കെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും മുഖത്തുള്ള ആ ഒരു മുഖം വീർത്തിരിക്കുന്നത് കുറയ്ക്കാനൊക്കെ സഹായിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ജീവിതശൈലി മെച്ചപ്പെടുത്തുക, 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുക. സ്ട്രെസ്, അത് ഈ പറഞ്ഞ പോലെ ഫാറ്റ് അക്യുമുലേഷൻ ഉണ്ടാവാൻ പ്രധാന കാരണമാണ്. അപ്പൊ അതിനെ അഡ്രസ് ചെയ്യുക. സ്ട്രെസ് ഉണ്ടെങ്കിൽ അതിന് ചികിത്സ ചെയ്യുക. ചിലർക്കൊക്കെ യോഗയും പ്രാണായാമം ഒക്കെ വളരെ എഫക്റ്റീവ് ആണ്. അപ്പൊ അത് ചെയ്ത് നോക്കുക. ഇനി അതും ചെയ്തിട്ട് മാറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ കൺസൾട്ടേഷൻ തന്നെ എടുക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡയറ്റും വളരെ പ്രധാനമാണ്. ഉറക്കവും വളരെ പ്രധാനമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഉറപ്പായിട്ടും നല്ല വ്യത്യാസം ഉണ്ടാവും. ഉപ്പിന്റെയും മധുരത്തിന്റെയും അളവ് പറ്റുന്ന പോലെ നിയന്ത്രിക്കുക. അതും നല്ല വ്യത്യാസം ഉണ്ടാവാനായിട്ട് സഹായിക്കും. ഡയറ്റ് സംബന്ധമായിട്ടോ എക്സസൈസ് സംബന്ധമായിട്ടോ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്